ഇപ്പോൾ ലാൽ പറഞ്ഞ കാര്യം അതാണ്. കാരണം ഒരു സംഘടനയ്ക്ക്, അത് പ്രധാനപ്പെട്ട ഒരു സംഘടനയ്ക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നേതാവിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് കൂട്ടായ ചർച്ചകളിലൂടെ അത് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യം ആണ് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ കിരൺ, ഈ മുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രസക്തി ഏറെയുള്ള ഒരു സമയത്ത് ആ രീതിയിൽ കിരൺ നേരത്തെ ഉപയോഗിച്ച വാക്ക് നെയ്തെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു കരിസ്മയുള്ള ഒരു നേതാവ്, അതാണല്ലോ CPM-നും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ആവശ്യമായി വരുന്നത്. അതിൽ ഈ മുന്നണി രാഷ്ട്രീയത്തിൽ ആരാണോ അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് അവരുമായുള്ള നല്ല ബന്ധം, ആ പാർട്ടിയുമായി നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കുക, മറ്റു പാർട്ടികളുമായിട്ടും അതേ രീതിയിൽ തന്നെ ആ പാർട്ടികൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നേതൃത്വം വരിക എന്നുള്ളതാണല്ലോ. അങ്ങനെ വരുമ്പോഴാണ് CPM-ൽ അടുത്തത് ആര് എന്നുള്ള ചോദ്യം വരുന്നത്, അല്ലേ? മഞ്ജുഷ, ഇപ്പൊ CPM-നെ സംബന്ധിച്ച ഒരു പാർട്ടിക്ക് ഇനി അടുത്ത ജനറൽ സെക്രട്ടറി ആര് എന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിന് ശേഷിയില്ലാത്ത ആളുകളോ ഒന്നും ഉള്ളൊരു യെച്ചൂരി അല്ലാതെ ആരും ഇല്ലാത്ത അവസ്ഥയൊന്നുമില്ല. പോൾ ബ്യൂറോയെ സംബന്ധിച്ച് പോൾ ബ്യൂറോയിൽ അതിന് കരുത്തുള്ള ഒരുപാട് നേതാക്കളൊക്കെ ഉണ്ട്. പക്ഷെ മഞ്ജുഷ ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പോഴും പ്രസക്തമാണ്. ഈ മറ്റ് നേതാക്കളുമായി ഒക്കെ ബന്ധമുണ്ടാകുന്നത്, അതിനൊരു അല്പം പിന്നിലേക്ക് കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും SRPയും എല്ലാം ഒരുമിച്ച് 5 അംഗ ഒരു സെക്രട്ടേറിയറ്റാണ് 85-ൽ രൂപീകരിക്കുന്നത്. അന്ന് രൂപീകരിക്കുമ്പോൾ തന്നെ ഈ സീതാറാം യെച്ചൂരിയുടെ പ്രായം 33 ആണ് എന്ന് ആലോചിക്കണം. 33-കാരനായ സീതാറാം യെച്ചൂരി, 37-കാരനായ പ്രകാശ് കാരാട്ട്, 47-കാരനായ S രാമേന്ദ്രൻപിള്ള, പിന്നെ P രാമേന്ദ്രനും അതോടൊപ്പം തന്നെ സുനിൽ മൊയ്ത്രയുമായിരുന്നു തോന്നുന്നു. അങ്ങനെ 5 പേരായിരുന്നു അന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത്. അപ്പോൾ അവരെ അന്ന് കൊണ്ടുവരുന്നത് തന്നെ, EMS അന്ന് അങ്ങനെ കൊണ്ടുവരുന്നത് തന്നെ പുതിയ തലമുറയിലെ ആളുകൾ എങ്ങനെയാണ് രാജ്യത്തെ കാണേണ്ടത്, അവർ ഭാവിയിലേക്ക് നയിക്കേണ്ടത് എങ്ങനെ വേണം, ആ തരത്തിലുള്ള ഗ്രൂമിംഗ് അന്ന് തന്നെ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അവർ 40-ാം വയസ്സിൽ തന്നെ അദ്ദേഹം പോൾ ബ്യൂറോയിൽ, തൊട്ടടുത്ത വർഷം പോൾ ബ്യൂറോയിൽ എത്തുന്നു. പോൾ ബ്യൂറോയിൽ എത്തുമ്പോൾ തന്നെ ഇവരെല്ലാവരും നന്നേ ചെറുപ്പത്തിൽ തന്നെ പോൾ ബ്യൂറോയിൽ എത്തി. പോൾ ബ്യൂറോ തന്നെ 3-4 പതിറ്റാണ്ട് കാലത്തെ പരിചയമുള്ള ആളുകളായി ഈ പറഞ്ഞ നേതാക്കളെല്ലാം തന്നെ നിൽക്കുന്നത്. SRP മാത്രമാണ് ഇപ്പോൾ അതിനകത്തു നിന്ന് ഒഴിഞ്ഞുപോയ നേതാക്കൾ. ഈ പ്രകാശ് ആയാലും സീതാറാമായാലും ഉണ്ട്. പ്രകാശിനെ സംബന്ധിച്ച് പ്രകാശ് ഇപ്പോഴും ഉണ്ട്. 3 തവണ ജനറൽ സെക്രട്ടറി ആയ ആളാണ്. UPA സർക്കാരിന്റെ കാലത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അധികാര രാഷ്ട്രീയത്തിൽ ശക്തി ഉണ്ടായിരുന്ന ഒരു കാലം എന്ന് പറയുന്നത് 1ാം UPA സർക്കാരിന്റെ ആദ്യ പിന്തുണ ഉണ്ടായിരുന്ന വർഷങ്ങളായിരുന്നു. ആ വർഷങ്ങളിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടായിരുന്നു. പ്രകാശ് കാരാട്ടിനെ പോലൊരു നേതാവ് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ മുന്നണി രാഷ്ട്രീയത്തിൽ ഇനി മറ്റൊരു നേതാവില്ല എന്നുള്ള അവസ്ഥയില്ല. പക്ഷെ ആര് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത്, പക്ഷേ പ്രകാശ് കാരാട്ടോ സീതാറാം യെച്ചൂരിയൊക്കെ പോലെ നേതാക്കൾ ഉള്ളപ്പോൾ അടുത്ത തലമുറയിൽ നിന്ന് എങ്ങനെയാണോ മുൻ തലമുറ നേതാക്കൾ അടുത്ത തലമുറയിലെ നേതാക്കളെ ആ തരത്തിലേക്ക് വളർത്തിയെടുത്ത്, ഇപ്പോൾ ഈ സീതാറാം ഞാൻ പറഞ്ഞതും അതുപോലെ തന്നെ കാരാട്ടിന്റെ പേരല്ല, കാരാട്ടുണ്ട് അവിടെ. പക്ഷെ ഇവർക്ക് ശേഷമുള്ള ആളുകളെയാണ്, അതിന്റെ തൊട്ട് പിന്നിലുള്ള തലമുറയുടെ കാര്യമാണ്. ആ ഒരു വിഷയം സ്വാഭാവികമായി ഉദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാരാട്ടിന്റെ പേരായാലും യെച്ചൂരിയുടെ പേരായാലും എല്ലാം ഈ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ 75-76-ൽ തന്നെ ഇന്ത്യ ആകമാനം അറിയും. ഇന്ത്യയിലെ ആകെ ഇടതുപക്ഷ മൂവ്മെന്റിന്റെ ഭാഗമായി തന്നെ ഇവരുടെ എല്ലാം പേരറിയുന്നതാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് താല്പര്യമില്ലാത്തവർക്ക് പോലും, അടിയന്തരാവസ്ഥ വിരുദ്ധ മനോഭാവമുള്ള ആളുകൾക്ക് പോലും ഇവരുടെ പേരറിയാം. ഇവർ വലിയ ടാൾ ഫിഗേഴ്സ് ആണെന്നറിയാം. ഇവരാരും വരുമ്പോൾ ഇവരങ്ങ് നന്നേ ചെറുപ്പത്തിൽ വന്നുപോയി, ഇവരൊക്കെ ഏൽപ്പിക്കാൻ പ്രായമായോ എന്നുള്ള സംശയമൊന്നും ഇവരെ ഒന്നും ജനറൽ സെക്രട്ടറി ആക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെ കേന്ദ്ര കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ PB-യിലേക്ക് എത്തിക്കുമ്പോഴൊന്നും ആരുടെ മനസ്സിൽ, അങ്ങനെ ഒരു അണികളുടെ മനസ്സിലോ അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരുടെ മനസ്സിലോ ഉണ്ടാവുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നേരത്തെ തന്നെ അത്തരത്തിൽ ഗ്രൂമിംഗ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടായിരുന്നു. ആ തരത്തിലേക്ക് CPM പിന്നീട് വന്ന തലമുറ, അല്ലെങ്കിൽ ഇവരടക്കമുള്ള സീതാറാം യെച്ചൂരി ആയാലും പ്രകാശ് കാരാട്ട് അടക്കമുള്ള തലമുറ ആ തരത്തിലേക്ക് പിന്നീട് അങ്ങനെ നേതാക്കളെ കൊണ്ടുവന്നോ എന്നുള്ള ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായും സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് ഏറ്റവും അകത്ത് നിൽക്കുന്ന ആളുകളല്ല പുറത്ത് നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ സംശയം ഉണ്ടാവുക സ്വാഭാവികമാണ്. ശരിയാണ്. ഈ സംശയം ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ചോദ്യം ഉന്നയിച്ചത്. അതിൽ പിയേഴ്സൺ അതിൽ പറഞ്ഞു തുടങ്ങിയ കാര്യം, അത് ഒരു പേരായിട്ട് പറയുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാണ്. അത് തന്നെയാണ് ലാൽകുമാറും പറഞ്ഞത്. പക്ഷേ ബുദ്ധിമുട്ടില്ല, ഈ പാർട്ടിക്ക് ഒരാളുടെ കണ്ടെത്തേണ്ടി വരും എന്തായാലും. കാരണം പാർട്ടി കോൺഗ്രസ് ഉടൻ തന്നെ നടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഈ ഒരു സമയത്ത് കേരളത്തിൽ നിന്നൊരാളുടെ പേര് സ്വാഭാവികമായിട്ടും ഉയർന്നു വരുവാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്, അതും ചോദ്യമായിട്ട് പലരും ഉന്നയിക്കുന്നുണ്ട്. MA ബേബി അടക്കമുള്ളവരുടെ പേരുകൾ അത്തരത്തിലൊക്കെ ഉയർന്നു വരാം. നമ്മളിപ്പോൾ പാർട്ടിക്ക് ആര് ജനറൽ സെക്രട്ടറി ആവുമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതല്ല, പാർട്ടി തീരുമാനിക്കേണ്ടത്. അതും പോൾ ബ്യൂറോ ഇപ്പോൾ തൽക്കാലത്തേക്ക് അടുത്ത പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോവുകയാണ്. പാർട്ടി കോൺഗ്രസ് വരെ ആർക്കെങ്കിലും താൽക്കാലിക ചുമതല നൽകാം, അല്ലെങ്കിൽ ഈ ഇത്തരം ഒരു അസാധാരണ സാഹചര്യം പിയേഴ്സിന്റെ അക്കാര്യത്തിൽ കൂടിയുള്ള ഒരു വിലയിരുത്തൽ ശ്രീ NM